ചുരുക്കുകയാണ്. മാഷിന്റെ ഒരു രചനാ ലോകം എന്ന് പറയുന്നത് കവിതയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, നോവലായിക്കോട്ടെ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരന്മാരുടെ മുഴുവനായിട്ടുള്ള റെഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാഷിന്റെ ഈ എഡിറ്റഡ് നോട്ട്സ് എടുത്താൽ മതി. എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് എം മുകുന്ദൻ, അതേപോലെ തന്നെ ആനന്ദ്, ONV തുടങ്ങിയ ആളുകളുടെ എല്ലാം. ഇതിനൊക്കെ ഉപരിയായിട്ട് മാഷി നമ്മളിവിടെ എത്തിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നല്ലൊരു സംവിധായകൻ എന്ന നിലയ്ക്കാണ് മാഷി നമ്മൾ മീഡിയ ക്ലബിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. മാഷ് സംവിധാനം ചെയ്തിട്ടുള്ള 2 ഡോക്യുമെന്ററീസ്, ഒന്ന് മെമ്മറീസ് ഓഫ് ട്രാൻസ് എന്ന ഡോക്യുമെന്ററി, മറ്റൊന്ന് ദി ഗ്രേറ്റ് സൈലൻസ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി. ഇത് രണ്ടും അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 ഡോക്യുമെന്ററീസ് ആണ്. ഈ ഡോക്യുമെന്ററികൾക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ ജൂറി അവാർഡൊക്കെ നേടിയിട്ടുള്ള ഈ ഡോക്യുമെന്ററീസ് ആണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനം ഞാൻ വിളിച്ച് മാഷോട് ചോദിക്കുന്ന സമയത്ത് മാഷ് വളരെ കാര്യമായിട്ട് പിന്നെന്താ ഞാൻ വരാം, ഒരു പ്രശ്നവുമില്ല, കൃത്യമാഷ് ഡേറ്റ് പറഞ്ഞു. അതേപോലെ തന്നെ അത് മാറ്റി വെക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും പിന്നീട് വരുന്ന ഡേറ്റിലേക്ക് പോകുമ്പോഴും യാതൊരു അസൗകര്യവും കാണിക്കാതെ മാഷ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഡേറ്റിലേക്ക് മാഷ് വളരെ സ്നേഹത്തോടു കൂടി തരികയും ഇന്നിപ്പോ ട്രെയിനൊക്കെ ലേറ്റായ അവസ്ഥയിലും മാഷി യാതൊരു ഒരു മുഷിമം കാണിക്കാതെ ഇവിടെ വരാനും നിങ്ങളോട് സംവദിക്കാനും ഡോക്യുമെന്ററി കാണിക്കാനും ഒക്കെ കാണിക്കുന്ന ഈ ഒരു മനസ്സിന് ഏറ്റവും സ്നേഹത്തോടു കൂടി DB കോളേജിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ IQSC കോർഡിനേറ്ററും കെമിസ്ട്രി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹരിനാരായണൻ ജി സാറുണ്ട് ഇവിടെ. സാറ് ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത് സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് നന്ദി അവതരിപ്പിക്കുന്നത് മാത്സ് വിഭാഗം അധ്യാപികയായിട്ടുള്ള ജിസി ടീച്ചറാണ്. മീഡിയ ക്ലബിന്റെ സജീവ പ്രവർത്തകയാണ് മിസ്. മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അല്ല സോറി, ഈ തിരക്ക് കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മറ്റ് അധ്യാപകർ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരുണ്ട്, അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. എല്ലാവർക്കും ഈ ഒരു ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്വാഗതം അർപ്പിച്ച ഞങ്ങളുടെ പ്രിയ മിസ്സിന് നന്ദി അർപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പളും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയുമായ നമ്മുടെ പ്രൊഫസർ അനിത മിസ്സിനെ ആദരണീയനായിട്ടുള്ള ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗം അധ്യാപകൻ ഷെല്ലോമണി സാറ്, ആശംസ അറിയിക്കാൻ നടത്തിയിട്ടുള്ള മലയാളം വിഭാഗം കെമിസ്ട്രി വിഭാഗത്തിലെ ഹരിനാരായണൻ സാറ്, ഇതിലെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ മീഡിയ ക്ലബിന്റെ കോർഡിനേറ്റേഴ്സ്, മെമ്പേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികൾ, ഈ വർഷം കലാലയം വളരെ സമ്പന്നമായ ഒരു വർഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിരവധി കാരണങ്ങൾ അതിനുണ്ട്. മാതാപിതാക്കളുടെ പ്രദേശവും കൊല്ലമായതുകൊണ്ട് ആ സംഭാഷണ ശൈലിയൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നിമിഷം പോലും ഒരു അകൃത്യനോടാണ് സംസാരിക്കുന്ന തോന്നൽ പോലും ഉണ്ടായില്ല. എന്റെ ചോദ്യങ്ങളുടെ കൂമ്പാരമായിരുന്നു ഞാൻ ചോദിച്ചത്. പാവം സാറ് ഒട്ടും മുഷിയാതെ, സൗമ്യ പറഞ്ഞാൽ ഒട്ടും മുഷിയാതെ എല്ലാത്തിനും കൃത്യമായ ഒരു അധ്യാപകൻ, നിങ്ങളെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ പോലെ നിങ്ങൾ എത്ര അധ്യാപകരോട് എത്ര സ്നേഹം അടുപ്പമുണ്ടോ അമ്മാതിരി ഉള്ള അടുപ്പത്തോടു കൂടി അദ്ദേഹം എല്ലാത്തിനും മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങളും അമ്മ അത് തന്നെ സാറിനെ കണ്ടുകൊണ്ട് പിന്നെ ജെഡിറ്റ മിസ്സിനെ പോലെയോ സൗമ്യ മിസ്സിനെ പോലെയോ സമത് സാറിനെ പോലെയോ നിങ്ങൾക്ക് അടുപ്പം തോന്നുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇരിക്കുന്നത്. അധ്യാപകനാണ്, പക്ക അധ്യാപകനാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഈ ഡോക്യുമെന്ററി മേക്കർ എന്നുകൂടിയുള്ള ഒരു സ്വഭാവം. ശീലമാണോ നല്ല ശീലമാണോ എന്നറിയില്ല. അദ്ദേഹം കണ്ടമാനം അത് എങ്ങനെ അദ്ദേഹം ഇതിനൊപ്പം തന്നെ കൊണ്ടുപോകുന്നുള്ളതായിരുന്നു എനിക്കുള്ള അത്ഭുതം. അതുകൊണ്ട് എന്റെ എല്ലാ അത്ഭുത ആദരവുകളോടും കൂടി തന്നെ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ട സൗന്ദര്യത്തിനുള്ള നന്ദി, അദ്ദേഹത്തോടുമുള്ള നന്ദി ആദ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കഥകൃതിയിലേക്ക് കടക്കാണ്. ഒറ്റ വാക്കിൽ ഈ വർഷത്തെ ഇന്ത്യ ക്ലബ്ബ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്
ചടങ്ങിന് ഊർജവും ശക്തിയും പകർന്ന അനിതാ മിസ്സിന് നന്ദി. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മലയാള വിഭാഗാധ്യാപകൻ പ്രൊഫസർ ശെലോമണി സാറിനെ ക്ഷണിക്കുന്നു. സംഭവം സ്വാമി ടീച്ചർ ഞാൻ തമ്മിൽ ഞങ്ങൾ പന്മന സർവകലാശാലയിൽ ഞങ്ങളുടെ പ്രാദേശിക കേന്ദ്രത്തിലെ അധ്യാപകരായിരുന്നു. ആ സ്നേഹം കൊണ്ടാണ് ടീച്ചറെ ഇവിടേക്ക് എന്നെ വിളിപ്പിച്ചത്. ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ അനിത ടീച്ചർ വളരെ സ്നേഹത്തോടും വളരെ ചിരിച്ചുകൊണ്ടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഈ ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഹാള് വളരെ ഭംഗിയായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അലങ്കരിക്കപ്പെട്ട ഹാളിൽ നല്ല സുന്ദരികളും സുന്ദരന്മാരും ഇരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തിന് വക നൽകുന്നു. വാസ്തവത്തിൽ പക്ഷെ നിങ്ങൾ കാണാൻ പോകുന്നത് ഡോക്യുമെൻ്ററികളാണ്. ഡോക്യുമെൻ്ററികൾ അത്ര നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതല്ല. ലോകത്തുള്ള ഒരു ഡോക്യുമെൻ്ററിയും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ടില്ല. ഡോക്യുമെൻ്ററികൾ ഡോക്യുമെൻസാണ്, രേഖകളാണ്. ലോകത്തുള്ള ഒരു രേഖകളും നമ്മളെ സന്തോഷിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ആ രേഖകളെ ചിത്രീകരിക്കുന്ന സമയത്തും നമുക്ക് വല്ലാതെ ചില പ്രശ്നങ്ങൾ, ചില ആകുലതകൾ നമുക്ക് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻ്ററിയെ കുറിച്ചുള്ള വർത്തമാനത്തിന് തന്നെ വളരെ പ്രസക്തി കുറവാണ്. ഞാനിവിടെ 2 ഡോക്യുമെൻ്ററികളാണ് നിങ്ങളെ കാണിക്കുന്നത്. 26 മിനിറ്റ് ദൈർഘ്യമുള്ള 2 ഡോക്യുമെൻ്ററികൾ. ആ ഡോക്യുമെൻ്ററികൾ നിങ്ങൾ കാണുക. ആ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിക്കുക. പക്ഷേ ഈ ഡോക്യുമെൻ്ററികളൊക്കെ കാണുന്ന സമയത്ത് ഡോക്യുമെൻ്ററികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. 5 വയസ്സുള്ള 5-6 വയസ്സുള്ള ഒരു കുട്ടി ഉറുമ്പുകൾ ഓടിപ്പോയി മാളത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ കുട്ടി ഇപ്പം നമ്മുടെ ഉറുമ്പുകൾ ഓടി മാളത്തിലേക്ക് കയറുന്നതാണ് ആ ഡോക്യുമെൻ്ററി. ആ ഉറുമ്പുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉറുമ്പ് മാത്രം ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒറ്റപ്പെട്ട ഉറുമ്പിനെ കുറിച്ച് ഈ കുഞ്ഞ് പറയുന്നത് ഈ ഉറുമ്പിന് ഇനി ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാവരും പോകുന്ന വഴിയിൽ കൂടെ പോകാതെ ഒരു ഉറുമ്പ് വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ പോകുന്നു. ആ ഉറുമ്പിന് ആരാണ് ഉള്ളത് എന്നാണ് ഒരു കുഞ്ഞു ഹൃദയം നമ്മളോട് ചോദിച്ചത്. അതൊരു ചെറിയ ഡോക്യുമെൻ്ററിയാണ്. നെറ്റ്ഫ്ലിക്സിൽ വളരെ വിവാദമായ ഡോക്യുമെൻ്ററി നമ്മുടെ നയൻതാരയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. അതാണ് ലേറ്റസ്റ്റായി ഇറങ്ങിയ ഡോക്യുമെൻ്ററി. നയൻതാരയുടെ ജീവിതം, നമ്മുടെ തിരുവല്ലയിലുള്ള നയൻതാരയുടെ ജീവിതം, അവരുടെ സംസ്കാരം, അവരുടെ സിനിമകൾ. പക്ഷേ ആ ഡോക്യുമെൻ്ററി ഇറങ്ങിയ സമയത്ത് തന്നെ നെറ്റ്ഫ്ലിക്സിനെതിരെ കേസുകൾ വരുന്നുണ്ട്. നമ്മൾ ഡോക്യുമെൻ്ററി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കേസുകളും പ്രശ്നങ്ങളൊക്കെ വരാം. നയൻതാരയുടെ സ്വാഭാവികം തന്നെ നയൻതാരയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഇറങ്ങുന്ന സമയത്ത് അവർ അഭിനയിച്ച വളരെ പ്രശസ്തമായ സിനിമകളുടെ ചില ഭാഗങ്ങൾ കാണിക്കേണ്ടി വരും. ആ സിനിമയിലെ ഭാഗങ്ങൾ കാണിച്ച സമയത്ത് ധനുഷ് അതിനെതിരെ കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. എൻ്റെ അനുവാദമില്ലാതെ ഞാൻ അഭിനയിച്ച സിനിമയുടെ ഭാഗങ്ങൾ ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ നെറ്റ്ഫ്ലിക്സിനെതിരെ ധനുഷ് കേസ് കൊടുക്കുകയും കോടതിയിലെത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി തന്നെ എല്ലായിടങ്ങളിലും ഈ പ്രശ്നങ്ങളാണ്. കേസ് വഴക്ക്. ഗുജറാത്തിൽ കലാപം നടന്ന സമയത്ത് കലാപത്തെക്കുറിച്ച് രാകേഷ് ശർമ്മ എടുത്തൊരു ഡോക്യുമെൻ്ററി ഒരു വലിയ പ്രശ്നത്തിലെത്തി. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കലാപം നടന്നതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കലാപത്തിൻ്റെ എവിഡൻസായി സുപ്രീം കോടതി അംഗീകരിച്ചു. ലോകത്ത് വലിയ ചരിത്ര സംഭവമാണ്. ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസായി ഒരു ഡോക്യുമെൻ്ററിയെ എടുക്കുക. കാരണം ഡോക്യുമെൻ്ററികൾ വസ്തുതകൾ നിരത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു ഇമാജിനേഷൻ ഡോക്യുമെൻ്ററികൾ ഇല്ല. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പം കഴിഞ്ഞ പോലെ ഓസ്കാറിലേക്ക് പോയ ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സുകാരെ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെൻ്ററിയാണ്. ഒരു ആനയും ആ ആനയെ വളർത്തുന്ന ഒരു, നിങ്ങൾ കണ്ടു കാണുമല്ലേ, മനോഹരമായ ഡോക്യുമെൻ്ററിയാണ് അഭിനയിച്ചത്. നമുക്ക് മനുഷ്യരോട് പോലും സ്നേഹമില്ലാതിരുന്ന, പരസ്പര സ്നേഹമില്ലാത്തൊരു കാലത്താണ് ഒരു ആനയെ വളർത്തുന്ന, ആനയെ ഓമനിക്കുന്ന 2 വയോധികരായ പുരുഷൻ്റെയും സ്ത്രീയുടെയും നെറ്റ്ഫ്ലിക്സുകാർ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെൻ്ററി നാം കണ്ടത്.
അതിനു മുമ്പ് തന്നെ നാം ഓസ്കാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി, ഒരു അമേരിക്കൻ പെൺകുട്ടി ഇന്ത്യയിലെത്തി, ഇന്ത്യയിലെ ഡൽഹിയിൽ നിന്നും 40 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തെത്തി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ഡോക്യുമെൻ്ററി ഒരു അമേരിക്കൻ പെൺകുട്ടി എടുത്തു. ആ ഡോക്യുമെൻ്ററി കണ്ട സമയത്താണ് ഇന്ത്യയെക്കുറിച്ചുള്ള ചില വിയോജിപ്പുകൾ ലോകം രേഖപ്പെടുത്തിയത്. 2022 ആ ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. ആ കുട്ടി അമേരിക്കയിൽ, ആ കുട്ടി ഇന്ത്യയിൽ ഒരു സർവകലാശാല പഠിക്കാനാണ് എത്തുന്നത്. അപ്പോഴാണ് ആ കുട്ടി ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ സമയത്ത് ആ കുട്ടിക്ക് അറിയാൻ കഴിഞ്ഞത് ആ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളാരും നാപ്കിൻ ധരിക്കാറില്ല എന്നുള്ളതാണ്. അവർക്കത് അറിയില്ല. അവർ അതിന് പകരം പഴയ തുണികളും ഏറ്റവും വൃത്തികെട്ട തുണികളുമാണ് നാപ്കിന് പകരം ഉപയോഗിക്കുന്നത്. ആ കുട്ടിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. കാരണം ഇന്ത്യയുടെ തലസ്ഥാനത്തിൻ്റെ ന്യൂഡൽഹിയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഗ്രാമത്തിലുള്ള. അവിടെ ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ആ കുട്ടി ഈ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് നാപ്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട് അതിനകത്ത്. ഇതെങ്ങനെ അവസാനം ആ സ്ത്രീ നമുക്ക് പറയാൻ കഴിയുന്ന പെൺകുട്ടി ആ ഗ്രാമപ്രദേശത്ത് ഒരു നാപ്കിൻ ഫാക്ടറി നിർമ്മിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി അവരെടുത്ത് അതിന് ഓസ്കാർ അവാർഡ് കിട്ടുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുത്തിട്ട് ഓസ്കാർ കിട്ടുന്ന സമയത്ത് ഓസ്കാറിൽ ഡോക്യുമെൻ്ററി പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലോക പ്രശസ്തരായ ആൾക്കാർ പറയുന്നത് ഇന്ത്യ തിളങ്ങുന്നു എന്നാണ് നമ്മൾ കാണുന്ന പരസ്യം. പക്ഷേ വസ്തുത അതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന പൊളിറ്റിക്കൽ മുദ്രാവാക്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു അമേരിക്കൻ പെൺകുട്ടി ഇന്ത്യ തിളങ്ങുന്നില്ല ചില ഗ്രാമങ്ങളിൽ എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്ത് സ്ത്രീകൾക്ക് നാപ്കിൻ്റെ ഉപയോഗം അറിയില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതൊരു ഓസ്കാറിലേക്ക് പോയൊരു ഡോക്യുമെൻ്റ്, നിങ്ങൾക്കത് യൂട്യൂബിൽ കാണാം. ബീഹാറിലെ ദരിദ്രരായ ദലിത് പെൺകുട്ടികൾ ഒരു പത്രം നടത്തുന്നുണ്ട്. ആ പത്രത്തെക്കുറിച്ച് മനോഹരമായൊരു ഡോക്യുമെൻ്ററി അവിടുത്തെ സ്ത്രീകൾ ചെയ്യുന്നത്. അത് വളരെ മനോഹരമാണ്. ഒരു പെൺകുട്ടികൾ നടത്തുന്ന പത്രം. ആ പത്രം എങ്ങനെയാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്നത്. 500 പേര് മാത്രം വായിക്കുന്ന ഒരു പത്രം, നിരക്ഷരായ ആൾക്കാർ, പെൺകുട്ടികൾ ആ പത്രം നടത്തുന്നത് ബീഹാറിൽ. വളരെ മനോഹരമായിട്ട് ആ ഡോക്യുമെൻ്ററിയും ഓസ്കാറിലേക്ക്. ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങളാണ്. നമ്മളിടയിൽ ഭാഷ അറിഞ്ഞുകൂടാത്ത എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. ആ ഭാഷ അറിഞ്ഞുകൂടാതെ ജീവിക്കുന്ന ആൾക്കാർ ഭാഷ പറയുകയും ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന സമയത്ത് നിരന്തരമായി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന എത്രയോ പേരുണ്ടാവും. അങ്ങനെ സംസാരിക്കാൻ ദൈവം നമുക്കൊരവസരം കിട്ടുന്നു. പക്ഷെ അങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, ഒന്ന് പുറത്തേക്ക് ഒരു ഒച്ച വെക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്, സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത. അവരെല്ലാം കേരളത്തിൽ ഒരിക്കൽ കൂടിയിരുന്നു. ആംഗ്യ വിക്ഷേപങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ കേരളത്തിൽ. അവരെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. നനഞ്ഞ കണ്ണുനീരോടുകൂടി അല്ലാതെ നമുക്ക് ആ ഡോക്യുമെൻ്ററി കാണാൻ കഴിയില്ല. നമ്മളത് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, സംസാരിക്കാൻ അല്ലേ, നമുക്ക് ഭാഷ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ദൈവം നമുക്കൊരു അനുവാദം നൽകും, നല്ല സ്നേഹം നൽകി. പക്ഷേ ഇത് പറഞ്ഞ് അറിഞ്ഞുകൂടാതെ എത്രയോ ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി. ദുർബലരായിപ്പോയവർ, വികലാംഗരായിപ്പോയവർ, അവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ MD വാസുദേവൻ നായർ പറയുന്ന പോലെ ആൾക്കൂട്ടത്തിൻ്റെതല്ല ഡോക്യുമെൻ്ററികൾ. ആൾക്കൂട്ടത്തിൽ തനിയെ നടക്കുന്നതല്ലാണ് ഡോക്യുമെൻ്ററികൾ. അതുകൊണ്ടാണ് 5 വയസ്സ് 6 വയസ്സുള്ളൊരു കുഞ്ഞ് നിരനിരയായി പോയ ഉറുമ്പിൽ നിന്ന് ഒരാൾ വഴുതി മാറിപ്പോയതിനെ കുറിച്ച് ആ കുഞ്ഞ് സങ്കടപ്പെട്ടത്. ഈ ഉറുമ്പിൻ എവിടേക്ക് പോകുമെന്ന് സങ്കടപ്പെട്ടത്. ആൾക്കൂട്ടത്തിൻ്റെതല്ല ആൾക്കൂട്ടത്തിൻ്റെതാണ് സിനിമ, ആൾക്കൂട്ടത്തിൻ്റെതാണ് ഷോർട്ട് ഫിലിമുകൾ. ആൾക്കൂട്ടത്തിൽ തനിയെ നടക്കുന്നതിൻ്റെതാണ് ഡോക്യുമെൻ്ററി. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ എത്രയോ മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചുള്ള രേഖപ്പെടുത്തലാണ് ഡോക്യുമെൻ്ററികൾ എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം ജീവിക്കുകയും നമ്മളെപ്പോലെ അല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ജീവിതം നമ്മൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുന്നതിനൊക്കെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തണം. ഇന്ത്യയിൽ എത്രയോ പേപ്പറുകളുണ്ട്, എത്രയോ പത്രങ്ങളുണ്ട്. ആ പത്രത്തെക്കുറിച്ച് ഒന്നുമല്ല എടുത്ത ഡോക്യുമെൻ്ററി അല്ല ഓസ്കാർ. 500 പേര് മാത്രം വായിക്കുന്ന ബീഹാറിലുള്ള ദരിദ്രരായ ദലിത് സ്ത്രീകൾ ഇറക്കിയ പത്രത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ്സാണ് ഓസ്കാറിലേക്ക് പോയത്. നിങ്ങൾ മനസ്സിലാക്കുക. നാപ്കിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നമ്മൾ ചോദിക്കും. നമ്മൾ കേരളത്തെ പോലെ ഏറ്റവും നല്ല വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ചോദിക്കും നാപ്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. പക്ഷേ ഒരു പെൺകുട്ടി പറയാണ് നാപ്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ട്. അതൊരു ഡോക്യുമെൻ്റ്സാണ്. ആ ഡോക്യുമെൻ്റ്സാണ് വരുന്നത്. ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് ഈ കലാപത്തിൻ്റെ എന്താണ് എവിഡൻസ് എന്ന് ചോദിക്കുമ്പോഴാണ് രാകേഷ് ശർമ്മ സുപ്രീം കോടതിയിൽ പോയത്. ഞാൻ ആ ഡോക്യുമെൻ്റ്സ് എൻ്റെ കയ്യിലുണ്ട്, കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി എൻ്റെ പക്കലുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ട് ആ ഡോക്യുമെൻ്ററി സുപ്രീം കോടതി എവിഡൻസ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. അങ്ങനെ ധാരാളം
ഡോക്യുമെൻ്ററികളുണ്ട്, നിങ്ങളതൊക്കെ കാണും. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഇവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ലീന മണിമേഖല തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തയായ ഡോക്യുമെൻ്ററി റൈറ്ററാണ്. നിങ്ങൾ ആ യൂട്യൂബിൽ ലീനയുടെ ഡോക്യുമെൻ്ററികളൊക്കെ നിങ്ങൾ കാണും. എത്ര മനോഹരമായ ഡോക്യുമെൻ്ററികളാണ് ലീന മണിമേഖല എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാരുണ്ട്. ഗീതു മോഹൻദാസ് എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഗീതു വളരെ ബ്രില്യൻ്റായ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഗീതു. ഗീതുവിൻ്റെ ഈ കേൾക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഉണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്ക് ജനിക്കുന്നൊരു കുഞ്ഞിനെ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒന്നും കേൾക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, അല്ലെ, കാണാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ. ഒരു വല്ലാത്തൊരു സങ്കടമാണ്. ഗീതൻ്റെ ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് വിലപിക്കും. ദൈവമേ, ഭൂമിയിലെ ശബ്ദങ്ങളൊക്കെ കേൾക്കുവാൻ എനിക്കൊരു ഭാഗ്യം നീ തന്നല്ലോ. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാതെ പോകുന്ന കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന ഡോക്യുമെൻ്ററി ഗീത ചെയ്യുന്നുണ്ട്. എത്രയോ പേരാണ്. വാസ്തവത്തിൽ ടീച്ചർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ പൈസ എവിടുന്ന്? ഒരു ഡോക്യുമെൻ്ററിക്കും പ്രൊഡ്യൂസറില്ല. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ പൈസയൊക്കെ ചിലവാക്കി ഡോക്യുമെൻ്ററികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊന്നും പ്രൊഡ്യൂസർ ഇല്ലല്ലോ. സിനിമയ്ക്ക് പ്രൊഡ്യൂസറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സിനിമ പ്രൊഡ്യൂസർ ഞങ്ങളുടെ നാട്ടിലുള്ള സോഫിയ പോളാണ്. ഏറ്റവും കൊമേഴ്സ്യൽ പ്രൊഡ്യൂസർ സോഫിയ പോളാണ്, ഞങ്ങളുടെ കൊല്ലത്ത് നീണ്ടകരയിലുള്ള. അപ്പോൾ സോഫിയ പോൾ കോടിക്കണക്കിന് രൂപയാണ് സിനിമയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ സോഫിയ പോൾ ഒരു ഡോക്യുമെൻ്ററി പോലും എടുക്കുക. സോഫിയ പോൾ പറയുന്നത് ഇത് എങ്ങനെ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഒരാൾ പോലും ഡോക്യുമെൻ്ററികൾ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം നെറ്റ്ഫ്ലിക്സുകാരാണ്. അമേരിക്കൻ കമ്പനിയാണ് നമ്മുടെ ഡോക്യുമെൻ്ററികൾ വിലയ്ക്ക് വാങ്ങിക്കും. അവരാണത് നമുക്ക് എന്തെങ്കിലും തുകയൊക്കെ നൽകുന്നത്. മറ്റൊന്നും സാമ്പത്തികമായ വലിയ ബാധ്യതയാണ് ഡോക്യുമെൻ്ററിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഡോക്യുമെൻ്ററിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, നിങ്ങൾ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്യണം, നിങ്ങൾ തന്നെ സബ്ജക്റ്റിനെ കണ്ടെത്തേണ്ടത്. ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഓരോ ഡോക്യുമെൻ്ററികളെന്നും നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഈ 2 ഡോക്യുമെൻ്ററികൾ കാണുമ്പോൾ ഇതേപോലെ ഒരു വെറൈറ്റി സബ്ജക്റ്റ് നിങ്ങൾക്കും തിരഞ്ഞെടുത്ത് ചെറിയ രീതിയിൽ ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എൻ്റെ ഒരു അഭ്യർത്ഥന, ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അതിനകത്ത് ഒരു തരത്തിൽ പോലും കള്ളം അതിനകത്ത് ചേർക്കാനേ പാടില്ല. എല്ലാം സത്യസന്ധമായിരിക്കണം. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഇതൊരു ഡോക്യുമെൻറ്റ്സാണ്. അതിനകത്ത് ഒരിക്കലും ഒരു കള്ളം അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ചേർക്കാൻ പാടില്ല. വളരെ സത്യസന്ധമായിരിക്കണം ഡോക്യുമെൻറ്റ്സുകളെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ചെറിയ സബ്ജക്റ്റിന് മുൻപെത്തി, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രിൻസിപ്പൽ ടീച്ചർ എന്നോട് വളരെ എത്രമാത്രം ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇതെങ്ങനെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പം ടീച്ചർക്ക് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറുടെ പൈസ പോകാനുള്ള എൻ്റെ ഒരു ഘട്ടത്തിലെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കുറേ പൈസ പോകുന്നതാണ്, നിങ്ങൾക്കും അങ്ങനെയാണ് പൈസ പോകും. പക്ഷേ ഇതൊക്കെയാണ് ഒരു സന്തോഷം. നമ്മളെടുത്ത് സാധനങ്ങളെ കാണിക്കുക, അത് കൊള്ളത്തില്ലെന്ന് പറയുക, കൊള്ളാമെന്ന് പറയുക, അല്ലെങ്കിൽ മികച്ചതാണെന്ന് പറയുക, ഞങ്ങൾക്ക് ഇതേപോലൊന്നും എടുക്കണോ എന്നൊക്കെ പറയുക. എൻ്റെ പരിപാടി നെറ്റ്ഫ്ലിക്സിൽ ഉള്ള ഡോക്യുമെൻ്ററികളെല്ലാം കാണുക എന്നുള്ളതാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ ആനയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി വീണ്ടും കാണുക, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നല്ല രസമാണ് കാണാൻ. നമ്മൾ പണിയുന്ന സിനിമ കണ്ട് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കൊലപാതകവും മറ്റ് ഇതൊക്കെ നമുക്കല്ലാതെ നല്ലതാണ്. നല്ല മനസ്സിൻ്റെ ഉടമസ്ഥർക്കൊക്കെ നല്ല ഡോക്യുമെൻ്ററി എടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ നിന്നും ഒരു ഡോക്യുമെൻ്ററി എടുക്കണം, എനിക്കും ഒരാഗ്രഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്നും താല്പര്യമില്ല, എന്തോന്നും ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാലും ഈ ക്ലാസ് വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഡോക്യുമെൻ്ററി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. ടീച്ചർ ഇത് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കാരണം ഡോക്യുമെൻ്ററിയെ കുറിച്ചുള്ള ആകാംക്ഷയുള്ളൊരു മനസ്സ് ഈ വേദി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് തന്നെ നല്ലതാണ്. എപ്പോഴും നമുക്ക് ആകാംക്ഷയാണ് നല്ലത്. ഇപ്പോൾ ഇങ്ങനെ ആകാംക്ഷയുള്ള ഒരാൾ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കറിയാം. ടീച്ചറുടെ ആകാംക്ഷയാണ് ഈ വേദി തുടക്കത്തിൽ ടീച്ചർ ഉദ്ഘാടനം ചെയ്തത്. എന്തൊക്കെയാലും ആകാംക്ഷയൊക്കെ കഴിഞ്ഞ് ഡോക്യുമെൻ്ററി എടുത്ത ഒരാളെന്നല്ലേ ഇതിൻ്റെ 2ാം ഘട്ട ഉദ്ഘാടനം ഞാൻ തന്നെ നിർവഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡോക്യുമെൻ്ററിയിലേക്ക് സ്വാഗതം.
എൻ്റെ ഡോക്യുമെൻ്ററി കാണാൻ വേണ്ടി സൗമ്യ ടീച്ചറിൻ്റെ നിർബന്ധപ്രകാരം ഇരിക്കുന്ന നിങ്ങൾക്കും സ്നേഹം, സന്തോഷം, മറ്റ് ടീച്ചേഴ്സിനും എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. നിങ്ങൾ ഈ 2 ഡോക്യുമെൻ്ററി ഒന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ആശംസിച്ച സെൽവമണി സാറിന് നന്ദി. അടുത്തത് മീഡിയ ക്ലബിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി IPSC കോഓർഡിനേറ്ററും കെമിസ്ട്രി വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഹരിനാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെന്റെ വിനീതമായ നമ്മളവിടെ ഒരു ഡോക്യുമെന്ററി പ്രദർശനം നടക്കുകയാണ്. സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ മാസമായിട്ട് ആൾക്കാർ കാണുന്നവരല്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് ജനകീയ ഒരു കലയല്ല, പൈങ്കിളിയല്ല, മറിച്ച് ഡോക്യുമെന്റേഷൻ കൂടെ ഉൾപ്പെടുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തു. അതുകൂടാതെ ഞാൻ ആലോചിച്ച ഒരു കാര്യം തന്നെ അദ്ദേഹം ഇടയ്ക്ക് അവസാനം പറഞ്ഞു, ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അതിലൊരു കള്ളത്തരവും കാണിക്കരുത്, കള്ളമില്ലാത്ത കാര്യമായിരിക്കും ഡോക്യുമെന്ററിയിൽ വരേണ്ടത് എന്ന് പറയുകയുണ്ടായി. അത്തരത്തിലുള്ള അനുഭവമാണ് ഡോക്യുമെന്ററി കണ്ടിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു ക്ലബിന്റെ മീറ്റിംഗില് പുസ്തക വായനയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പുസ്തക വായന മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല നമുക്ക് അറിവ് കിട്ടുക. പിന്നീട് എനിക്ക് പുസ്തകം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി, എനിക്ക് കൂടുതൽ അറിവുകൾ കിട്ടിയത്, അല്ലെങ്കിൽ നമ്മുടെ ആകാംക്ഷകള്, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ലോകത്തെ കുറിച്ചുള്ള അറിവുകൾ പലതും വരുന്നത് ഡോക്യുമെന്ററികളിൽ കൂടിയായിരുന്നു. യൂട്യൂബ് തുടങ്ങിയ ഒരു സമയത്തൊക്കെ നല്ല നല്ല ഡോക്യുമെന്ററികൾ അതിൽ വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴത് ഡോക്യുമെന്ററി അല്ലെങ്കിൽ മറ്റ് വീഡിയോകളുടെ അതിപ്രസരം കാരണം അതിൽ കൃത്യമായി നല്ലൊരു സാധനം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോ ഏത് കാര്യമായാലും, നമ്മള് ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ അതിനെക്കുറിച്ച് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസം ആയിക്കോട്ടെ, ക്യാപിറ്റലിസം ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളായിക്കോട്ടെ, വേൾഡ് വാറുകളായിക്കോട്ടെ, ഇതൊക്കെ നല്ല നല്ല ഡോക്യുമെന്ററികൾ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. അത് അടിച്ചു കൊടുത്താൽ അപ്പോഴേ കിട്ടുമായിരുന്നു. ഇപ്പോൾ അടിച്ചു കൊടുത്താൽ വേറെ ഒരുപാട് ഇതിനിടയ്ക്ക് ഇൻഫർമേഷൻ ഇടയ്ക്ക് മുങ്ങിപ്പോകുന്നു വരുന്നു. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള അറിവുകൾ കിട്ടുന്നതിൽ നല്ലൊരു ഡോക്യുമെന്ററികളുടെ, അതുപോലെ തന്നെ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഞാൻ ഓർക്കുകയാണ്, US 9/11 കുറിച്ചുള്ള. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യന്റെ ലൂയി തെറോക്സിന്റെ കുറെ ഡോക്യുമെന്ററികൾ രസകരമായിട്ടിരുന്ന് കണ്ടത് ഓർക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡോക്യുമെന്ററികൾ നമ്മള് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഞാനും ചില ഡോക്യുമെന്ററികളുടെ ഭാഗമായിട്ടുണ്ട്. അതായത് ചില അവതരണങ്ങൾക്കൊക്കെ യൂട്യൂബിൽ ഡോക്യുമെന്ററി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും അത് ഡോക്യുമെന്റേഷൻ തന്നെയായിരുന്നു അതിന്റെ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് യൂട്യൂബിൽ ചിലതിന്റെയൊക്കെ 1-2 വീഡിയോകളുടെ അവതാരകനായി വന്നിട്ടുണ്ട്. എന്റെ കസിനാണ് എടുത്തത്, കാശില്ലാത്തതുകൊണ്ട് ഞാൻ അവതാരകനും, അങ്ങനെ ഞങ്ങൾ 2 പേരുടെ വണ്ടിയിൽ പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അതൊരു വലിയൊരു പ്രൊഡക്ഷനോ കാര്യങ്ങളോ ആയിരുന്നില്ല. അപ്പൊ എങ്കിലും ഞാൻ അതിനെ ഡോക്യുമെന്ററി എന്ന് വിളിക്കാൻ മുതിരുകയും അങ്ങനെ വിളിക്കുന്നതിലൂടെ ഡോക്യുമെന്ററിയുടെ ഭാഗമായിരുന്നു ഞാനും എന്ന് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ആ വീഡിയോ, അതിന്റെ ഒരു കാര്യം കൂടി ഞാൻ ആലോചിക്കുകയാണ്, ആ വീഡിയോ എടുത്തിട്ട് അത് ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരും അതിനോട് ബന്ധമുള്ളവരും ഒക്കെ കാണുമ്പോൾ, അതായത് അത് ആ വിഷയങ്ങൾ അറിയാവുന്നവർ അത് കാണുമ്പോൾ അത് എങ്ങനെ ആയിരുന്നു, എങ്ങനെ ഇഷ്ടപ്പെട്ടോ, അതിലെന്തൊക്കെ അതിലെ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം പെരുമ്പറ കൂട്ടുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് ചെറിയൊരു പ്രവർത്തനമല്ല. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അതിനോട് താല്പര്യമുള്ളത് കൊണ്ട്, അത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് ലാഭേച്ഛയില്ലാത്ത ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി ശ്രദ്ധയോടെ വീക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മീഡിയ ക്ലബ്ബ് അല്ലെങ്കിൽ ഫിലിം ക്ലബ്ബ് എല്ലാം കൂടെ ചേർന്നുള്ള മീഡിയ ക്ലബ്ബ് ആണ് ഇത് ഇന്ന് ഒരുക്കുന്നത്. തീർച്ചയായിട്ടും IPSC-യിലെ ആൾക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഓരോരോ പരിപാടികൾ ഉണ്ടാവുക, അതിൽ നല്ല നല്ല ആൾക്കാർ വരിക, നല്ല പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളത്. മീഡിയ ക്ലബിന്റെ ഓരോ അംഗങ്ങളെയും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോർഡിനേറ്റർ സുമിത്ര ടീച്ചറാണ്, മറ്റേ ഒരു ജിസി മിസ് ഉണ്ട്, സൗമ്യ ടീച്ചറുണ്ട്, അബ്ദുൽ മാഷുണ്ട്, മാലിനി ടീച്ചറുണ്ട്. ഇവർ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മീഡിയ ക്ലബിന്റെ ആശംസകൾ അർപ്പിച്ച ഹരിനാരായണ സാറിന് എന്റെ വലിയ നന്ദി അറിയിക്കുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സെൽവമണി സാറിനെ മീഡിയ ക്ലബിന്റെ പേരിലും DB കോളേജിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നതിനായി നമ്മുടെ കോളേജ് അധ്യാപിക ആദരവ് അർപ്പിക്കുന്നതിനായി പ്രൊഫസർ അനിത മിസ്സിനെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നു. നന്ദി അർപ്പിക്കുന്നതിനായി മാത്സ് വിഭാഗം അധ്യാപിക ഡോക്ടർ ജിസി മിസ്സിനെ ക്ഷണിക്കുന്നു. ഇനിയും അധികം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ എത്രത്തോളം ഡോക്യുമെന്ററികൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ദ എലഫന്റ് വിസ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓസ്കാർ കിട്ടിയ ഡോക്യുമെന്ററി, അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഈ ഡോക്യുമെന്ററികൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ പച്ചയായ അതിന്റെ പകർപ്പുകളാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്ക കലാകാരന്മാരും ഫീച്ചർ ഫിലിമുകളും ഷോർട്ട് ഫിലിമുകളും എടുക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് അവർ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ കടമയിലേക്ക് കടക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച സൗമ്യ ടീച്ചർ, മീഡിയ ക്ലബിന്റെ ഒട്ടുമിക്ക സാരഥികളും, മാലിനി ടീച്ചറുണ്ട്, സുമിത്ര ടീച്ചറുണ്ട്, ആനന്ദ് സാർ ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ ടീച്ചേഴ്സ് തന്നെ നമ്മളുടെ മീഡിയ ക്ലബിലുണ്ട്. രമാലക്ഷ്മി ടീച്ചറുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതിനെല്ലാ സപ്പോർട്ടും തന്നതിന് എല്ലാ ടീച്ചേഴ്സിനും മീഡിയ ക്ലബിലെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അധ്യക്ഷയായ അനിത ടീച്ചർ, ഇവിടെ എന്തൊരു പ്രോഗ്രാം നടക്കുമ്പോഴും മീഡിയ ക്ലബിന്റെ പാർട്ട് അല്ലാതെ തന്നെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും എല്ലാവരും മീഡിയയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അനിത ടീച്ചർക്ക്, പ്രിൻസിപ്പലിന് ഞാൻ എന്റെ പേരിലും മീഡിയ ക്ലബിന്റെ പേരിലും അതുപോലെ ഇപ്പൊ കോളേജിൽ നിന്ന് സാറിന്റെ ഡോക്യുമെന്ററി കണ്ടിട്ട് അതിന്റെ അഭിപ്രായം അറിയണമെന്നുണ്ട്. ഇങ്ങനെ ഓരോ ഡോക്യുമെന്ററികളും അവർ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നു, അതിന്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ് എന്നതിന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ദൂരെ നിന്ന് സാറിന് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന സെൽവമണി സാറിന് എല്ലാവരുടെ പേരിലും DB കോളേജിലെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. IQAC കോർഡിനേറ്റർ ഹരി സാറിന് സാറിന്റെ ഈ ഒരു കുഞ്ഞു സമയം നമുക്ക് വേണ്ടി ചെലവാക്കിയതിന് എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. നിങ്ങൾ കുട്ടികളിലൂടെയാണ് ഈ മാറ്റങ്ങൾ വരേണ്ടത്. ഡോക്യുമെന്ററി കണ്ടിട്ടാണെങ്കിലും ജീവിതത്തിലെ ഓരോരോ സിനിമകൾ കൊമേഴ്ഷ്യൽ സിനിമകളാണ്, കഥകളാണ്. ചിലത് ട്രൂ സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ശരിക്കും നടക്കുന്ന കഥകളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കഥകളാണ്. അത് കണ്ടുകൊണ്ട് ഇനിയും നിങ്ങൾ തെരഞ്ഞു നോക്കുക, പുതിയ പുതിയ ഡോക്യുമെന്ററികൾ കാണുക, അതിൽ നിന്നും അറിവ് സമ്പാദിക്കുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തെ വരച്ച് കാണിക്കണമെങ്കിൽ അത് ഒരായുധമാക്കി ഉപയോഗിക്കുക. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസിനും, ഇവരെ സന്നിധരായിട്ടുള്ള എല്ലാ അധ്യാപകർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
ഏറ്റവും സന്തോഷകരമായ കാര്യം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഞാനും ഒരു ട്രാൻസ്സെക്ഷൽ ആണ്, ഞാൻ ട്രാൻസ് വുമൺ ആണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഞാൻ 2 വർഷത്തിന് മുമ്പ് സ്ത്രീയായി മാറി. സ്ത്രീയായി തന്നെ അറിയണമെന്ന ആവശ്യം എനിക്ക് വലിയ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്ത്രീയുടെ കാർഡ് തന്നെ ഞാൻ നേടിയിട്ടുണ്ട്. എൻ്റെ അടിസ്ഥാനം, എൻ്റെ സ്വത്വം എന്ന് പറയുന്നത് ട്രാൻസ് തന്നെയാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ്, ഞാൻ കടന്നു വന്ന വഴിയിലൂടെ ഇനി വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനും അങ്ങനെ ഒരു പാത ഉണ്ടാവരുത്. അവരും ശരിയായ പാതയിലേക്ക് ജീവിക്കണമെന്ന് ഉറച്ച് ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ അടിയുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്, കുറെ ട്രാൻസ്ജെൻഡേഴ്സ് സ്വന്തം സ്വത്വം തിരിച്ചറിഞ്ഞു പുറത്തു വരാൻ, ഞാനും ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാനും ഈ നാടിന്റെ തന്നെ സന്തതിയാണെന്ന്, മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ വലിയൊരു സന്തോഷം തന്നെയാണ്. അതിലുപരി ഒരു പോളിസി ഉണ്ടായി, ആ പോളിസി അനുസരിച്ച് ജീവിക്കാൻ ഓരോരുത്തരെ പ്രാപ്തരാക്കാനും അതിന് മുന്നിട്ട് നിൽക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കാലമായി നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. എന്നിട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് അത് നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അവിടെയാണ് തേർഡ് അല്ലെങ്കിൽ മൂന്നാമതൊരു വിഭാഗം കൂടി വന്ന് ഈ ഒരു സമൂഹത്തോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ അവകാശങ്ങളോ ഞങ്ങളുടെ മെയിൻ സ്ട്രീമിങ്ങോ ഞങ്ങളുടെ പ്രിവിലേജസോ ഒക്കെ തന്നെ വേണം എന്നുള്ളത്. അപ്പൊ ആ നിലപാടിനോട് പലപ്പോഴും യോജിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. സെക്ഷൽ ജെൻഡർ മൈനോറിറ്റീസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധ്യത നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2014 സുപ്രീം കോടതി വിധി അനുസരിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിലെ മൂന്നാമത്തെ വിഭാഗമായി പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പരിഗണിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനോട് യാതൊരു തരത്തിലുള്ള വിവേചനവും കാണിക്കാൻ പാടില്ല എന്നും മറ്റുള്ള പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും ട്രാൻസ്ജെൻഡേഴ്സിനും ഉണ്ട് എന്നുള്ളതും സുപ്രീം കോടതി കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് 2014 കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റും ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 60 കഴിഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന് പെൻഷൻ അനുവദിക്കുന്നു. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുന്നതാണ്. അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് സർക്കാർ ധനസഹായം നൽകും. ഇതിനായി തുടക്കം നിലയിൽ 10 കോടി രൂപ വകയിരുത്തും. ന്യൂഡൽഹിയിൽ ഇന്ത്യയിലെ മുഴുവൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിമാരുടെയും യോഗത്തിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ എത്ര ട്രാൻസ്ജെൻഡർ ഉണ്ട് എന്ന് ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വന്നൊരവസ്ഥ എനിക്കുണ്ടായി. കാരണം എനിക്ക് അന്ന് വരെ വിവിധ വകുപ്പുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന മറുപടി കേരളത്തിൽ ട്രാൻസ്ജെൻഡർ ഇല്ല എന്നായിരുന്നു. പക്ഷെ അത് എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് അന്ന് കേട്ടത്. ആ ഒരു കുറ്റബോധത്തോടു കൂടി കേരളത്തിൽ തിരിച്ചെത്തി സാമൂഹ്യ നീതി വകുപ്പ് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു. ഏകദേശം 25,000-ഓളം ട്രാൻസ്ജെൻഡറുകളെങ്കിലും കേരളത്തിൽ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ്. Following the issues faced by the transgender people, and there has been a systemic discrimination that they have been facing, and there is a need for the society to respond in a much better way. There is need to ensure that there is a sensitization to their problems. Often when they are going to a hospital or an educational institution, and even as students, they have been facing problems in hospitals, not being treated and them being forced to come out of the hospital without treatment. Going untreated for long durations is also something which some of them have reported. നിവർത്തികേട് കൊണ്ട് ഞാൻ ജോലിക്ക് പോയി. അവിടെ പോയപ്പോൾ ചില ആൾക്കാരുടെ കളിയാക്കൽ, അത് കാരണം ഞാൻ ആകെ മെൻ്റലി ഡിസ്റ്റർബായി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷമത്തിലായിരുന്നു. അങ്ങനെ
ഞാൻ വെയിൻ കട്ട് ചെയ്തു, മരിക്കാനായിട്ട് തോന്നി. എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലിരിക്കുമ്പോൾ വീട്ടുകാരൻ്റെ അപ്പുറത്ത് പറയുന്നില്ല, അവർ കേൾക്കുമ്പോൾ ആ ഒരു വിഷമം അമ്മ പറയാറുണ്ട്, മക്കളെ എന്താ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ സമൂഹത്തിലുള്ള ആൾക്കാരുടെ വിഷയം. കൈപ്പേറിയ ജീവിത പശ്ചാത്തലത്തിനിടയിലും നിരവധി വ്യക്തിത്വങ്ങൾ ഞങ്ങളിൽ നിന്ന് മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പല പല മേഖലകൾ കീഴടക്കിയിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ചലച്ചിത്ര മേഖലയായിക്കോട്ടെ, സാഹിത്യ മേഖലയായിക്കോട്ടെ, മറ്റ് ഏത് മേഖലയിലേക്കും ഞങ്ങളുടെ വ്യക്തമായ കടന്നുവരവിന് ഇന്ന് സമൂഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ കഴിവിനെ സമൂഹം അംഗീകരിച്ചത് കൊണ്ടാവാം ഈ ഒരു മാറ്റത്തിലേക്കും ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനും സാധിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കഴിയുമ്പോൾ കുറെ പേര് വന്നിട്ട് നോക്കും, ഇത് ആണാണോ പെണ്ണാണോ എന്ന് ഇത് സംശയം ചോദിക്കും. പക്ഷെ അവരത് ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്, ചിലപ്പോൾ ഉള്ളിൽ സങ്കടമുണ്ട്. ഈ സങ്കടം വരുമ്പോൾ ഞാൻ എന്നിട്ട് ഓർക്കും, ദൈവമേ എന്തിനാണ് എന്നെ ഒന്നെങ്കിൽ ആണായിട്ട് ജനിപ്പിക്കണം അല്ല പെണ്ണായിട്ട് എന്നെ ജനിപ്പിക്കണം. പക്ഷെ ഇത് രണ്ടിലും അല്ലാതെ ഒരു കാറ്റഗറിയിൽ നടക്കുമ്പോഴാണ് ഇവരെന്നെ വിളിക്കുന്നത് ചാണ്ടുകോട്ടയെന്ന് വിളിക്കാറുണ്ട്, അല്ലാതുള്ള പേരുകൾ വിളിക്കാറുണ്ട്. ഇതൊന്നും ഞാൻ അവഗണിക്കാതെയൊക്കെ നിൽക്കാം. എനിക്ക് ഇനി ജീവിക്കുവാണെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ എനിക്ക് ജീവിക്കണം. മാതൃഭൂമിയിൽ ജോയിൻ ചെയ്ത് അധികം താമസിയാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം ഞാൻ ആരംഭിച്ചിരുന്നു. ഇന്നത്തെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല അന്ന് ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് അന്വേഷിച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ അവര് അത്ര വിസിബിൾ ആയിരുന്നില്ല സൊസൈറ്റിയിൽ, അവര് വളരെ ഇൻവിസിബിൾ ആയിരുന്നു. ശ്യാമിനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ ചെയ്യുന്നത്. ശ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശ്യാം അന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ജീൻസും ഒരു ടീഷർട്ടും ഇട്ടിട്ടായിരുന്നു. അത് മാത്രമല്ല മുടി തലയുടെ മുകളിൽ ചുറ്റിക്കെട്ടി മുകളിൽ ഒരു ക്യാപ്പ് ഇട്ട് തല മറച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടാൽ ഐഡന്റിറ്റി അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് എൻ്റെ ക്യാബിനിലേക്ക് വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാം മുടി ക്യാപ്പ് അഴിച്ചു മാറ്റിയത് മുടി നല്ല നമ്മളെക്കാളും നീളമുള്ള നല്ല വലിയ മുടിയായിരുന്നു. അപ്പം ഞാൻ അത് കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ഷോക്കിംഗ് ആയിരുന്നു ആ ഒരു സംഭവം. കാരണം ഉള്ളിൽ അത്രയേറെ അവര് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് വേറൊരു ഐഡന്റിറ്റിയിൽ, പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ആ സ്വത്വം മുഴുവൻ മറച്ചു വെച്ച് ഉള്ളിൽ ഒതുക്കി അവർ ജീവിക്കാൻ നിർബന്ധിതരാകുന്ന ഒരവസ്ഥ ശരിക്കും എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ കണ്ട വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒന്നായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ പുറത്താകുന്ന ഒരാളിന് എന്ത് തൊഴിലാണ് നമ്മുടെ നാട്ടിൽ കിട്ടുക? നിങ്ങൾ ആലോചിക്കണം, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത ഒരാളിന് നമുക്ക് കിട്ടാവുന്ന വരുമാനം എത്രയാണ്? അപ്പോൾ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഇവര് അതിനോടൊപ്പം തന്നെ വീട്ടിൽ നിന്നും ഏകദേശം പുറത്താക്കപ്പെടുകയാണ്. സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇവരെങ്ങോട്ടാ പോകുന്നത്? ബാംഗ്ലൂരു അല്ലെങ്കിൽ ചെന്നൈ, മുംബൈ അങ്ങനെയുള്ള വലിയ പട്ടണങ്ങളിലേക്ക് ഇവർ പോവുകയാണ്. അവിടെ ചെന്ന് ഭാഷ പോലും അറിയാത്ത സ്ഥലത്ത് ഹിജറകളായിട്ടുള്ള ആളുകളെ കണ്ടുമുട്ടി അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുക.
ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പബ്ലിക്കിൽ നിന്ന്. അതിൽ ചെറിയതെന്ന് പറയാനായിട്ടുള്ളത്, എനിക്ക് എൻ്റെ ചെറുപ്പം കാലം തൊട്ടേ സ്കൂളിൽ ഉണ്ടായ കുറേ ഇതാണ് എന്നെ ഒറ്റപ്പെടുത്തുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് സ്കൂളിൽ കുട്ടികൾ ആരും എന്നോട് കളിക്കില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ഓൾറെഡി ലേഡീസിൻ്റെ കൂടെ കളിക്കുന്നത്. അപ്പോൾ അതിലും അവർ ഒരുപാട് ഒറ്റപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ഒരുപാട് സങ്കടങ്ങളായിരുന്നു ക്ലാസ്സിൽ. അത് കാരണം പഠിത്തം തന്നെ പതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു നില എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ എല്ലാ രീതിയിലും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു സ്കൂൾ ജീവിതം. ഇപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം ഞാൻ അതിനെല്ലാം തരണം ചെയ്തു. ഞാൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മോഡലാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോഴത്തേക്കും അത് ആദ്യം വളരെ കൗതുകം തോന്നിയെങ്കിലും അത് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ള ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യമേ തന്നെ. പക്ഷേ ഈ ഒരുപാട് സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ളത് കാരണം കൊണ്ട് തന്നെ ഇത് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിലും ഫേസ്ബുക്ക് ഒരു ഓൺലൈൻ ബുട്ടീക്കാണ് റെഡ് ലോട്ടസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ പേജസിൽ ഇത് കണ്ടപ്പോഴത്തേക്കും തന്നെ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇത് സാധാരണ വലിയ വലിയ മോഡലുകൾക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങൾ നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. മെഡിക്കൽ നെഗ്ലിജൻസ് ഒരുപാട് സംഭവിക്കുന്ന മേഖലയാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ചികിത്സാപരമായ മേഖലയിൽ. അതിന് കാരണമായിട്ട് പറയുന്നത് ക്രോമസോമൽ വേരിയേഷൻസിനെ കുറിച്ച് ടീച്ചേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു മെൻഷൻ പോലും ഇല്ല. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നു എന്നല്ലാതെ അവരതിനെ കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് ഉള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു അസുഖവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ കാര്യത്തിൽ 16 വർഷം എടുത്തു എൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം ഡോക്ടേഴ്സിന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. എൻ്റെ ജെൻഡർ ഐഡന്റിറ്റിയുടെ പേരിലെല്ലാം ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പല വേദികളിൽ നിന്നും ഞാൻ മാറ്റി നിർത്തപ്പെട്ടു. കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നെല്ലാം അത്രയും പീഡനങ്ങൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചും ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല മുഖ്യധാര മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ നമ്മളുടെ ജനകീയ സമരങ്ങളിലും, അതായത് മറ്റുള്ള ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന മറ്റു പല ജനകീയമായിട്ടുള്ള സമരങ്ങളിലെല്ലാം, അതുപോലെ തന്നെ തൃശ്ശൂരിലെ വിബ്ജിയോ ക്യൂർ പ്രൈഡ് പോലെയുള്ള എല്ലാ മൂവ്മെന്റുകളിലും എത്തിപ്പെടുകയും അവരെ ഞങ്ങൾക്ക് സ്പേസ് തരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ചു തുടങ്ങി. ഇന്ന് വലിയൊരു ശബ്ദമായി മാറി എന്ന് തന്നെ എനിക്ക് അവകാശപ്പെടാൻ പറ്റും. ശേഷമാണ് വനിതയിലേക്ക് മാനേജ്മെന്റ്, അതായത് അവിടുത്തെ എഡിറ്റർ ഇൻചാർജ് മധുചന്ദ്രൻ, അദ്ദേഹമാണ് ഇതുപോലെ ഈ ഒരു കവർ ചിത്രം എടുക്കാനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ദീപ്തിയോടാണ് ഞാനിത് സംസാരിച്ചത്. ദീപ്തി അന്ന് ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ എറണാകുളത്ത് വന്നു. അതിനു വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് റെഡിയാക്കി അങ്ങനെ ദീപ്തിയെ കവറിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തു. നിങ്ങൾക്കെല്ലാവരും അറിയുമെന്ന് വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ ജൂലൈ 15 വനിതാ മാഗസിന്റെ കവറുകളായിരുന്നു ഞാൻ ട്രാൻസ്സെക്ഷലാണ്. വനിത വന്നതിന് ശേഷം എൻ്റെ വീട്ടിനെ കോൺടാക്ട് ചെയ്ത് തുടങ്ങി. വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. സമൂഹം എന്നെ അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ നാട് മൊത്തം, കേരളം മൊത്തം അംഗീകരിച്ചു. വീട്ടിൽ ഞാനും പെങ്ങളും കൂടെയാണ് താമസിക്കുന്നത്. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. ടൈൽസിന്റെ പണിക്കൊക്കെ പോയതാണ് മുമ്പേ. ഇപ്പോഴൊന്നിനും പോകുന്നില്ല.
ഇപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരായ ജിതിനും കിഷോറൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഈ ഘോഷയാത്രയിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഒരുവിധം ഇങ്ങനെ ജീവിച്ചു പോകുന്നു. കല്യാണം കഴിച്ചതാണ്, ഇപ്പോ അവര് പോയി. എന്നെ പറ്റി ആരെന്തോ പറഞ്ഞു കൊടുത്തോണ്ട് ബന്ധമില്ല, സങ്കടമില്ല, ബുദ്ധിമുട്ടുമില്ല. ഞാനിങ്ങനെ ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചെലവൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ട്രാൻസ്മെൻ അവർ ഇന്ന് ഈ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അവരുടെ ശരീരത്തിന്റെ ആഘോഷമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സ്വന്തം ശരീരത്തെ അലങ്കരിക്കാനും അതിനെ ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കാനും കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ജീവിതം? സത്യത്തിൽ ഇന്ന് നടക്കുന്നത് ഒരു ചരിത്ര സംഭവമാണ്. ഓരോ പുരുഷ ശരീരത്തിന്റെയും സവിശേഷമായ സൗന്ദര്യമാണ്. ഓരോ ട്രാൻസ് പുരുഷനും അവൻ്റെതായ സവിശേഷ സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം പ്രകാശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഇത്. കൊല്ലം ജില്ലയിൽ 800-ലധികം ഗ്രന്ഥശാലകളുണ്ട്. ഈ ഗ്രന്ഥശാലകൾക്കെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ട്രാൻസ്ജെൻഡേഴ്സിനെ മെമ്പർഷിപ്പിൽ പരിഗണിക്കുക എന്നുള്ളതാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാമൂഹികമായ ഇടപെടൽ നടത്തുക എന്നതാണ്. ജില്ലാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന സാഹിത്യ ശില്പശാലയിൽ ഒരു ദിവസത്തെ ഒരു സെഷൻ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സംഘടിപ്പിച്ചു. സൂര്യപോലുള്ള ആക്ടിവിസ്റ്റുകൾ അതിൽ അണിനിരന്നു. സാംസ്കാരിക മണ്ഡലം കൂടുതൽ ശ്രദ്ധ നൽകിയാൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയം കേരളത്തിൻ്റെ പൊതുബോധത്തിലേക്ക്, പൗരസമൂഹത്തിൻ്റെ ബോധമണ്ഡലത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഫോട്ടോഗ്രാഫർ എന്നതിലുപരി ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാ രീതിയിലും വളരെ അടുപ്പം സൂക്ഷിച്ച ഒരാളാണ്. 2009 തോന്നുന്നു ചെന്നൈയിലുള്ള ഏഞ്ചൽ ഗ്ലാഡി എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ആർട്ടിസ്റ്റ്, അവർ എന്നോട് പറഞ്ഞു എനിക്ക് കേരളത്തിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്, അപ്പോൾ ഞാനൊന്ന് നാട്ടിലോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് വരാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിലിതൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടുകാർക്ക് വളരെയധികം ഒരു ആശങ്കയായിരുന്നു. കാരണം ഇങ്ങനെ ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയൽവാസികളൊക്കെ എന്ത് പറയും, വീട്ടിലൊരു അവസ്ഥ, അങ്ങനെ ഒരു ആശങ്ക വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ അവിടെ വന്നു. വീട്ടുകാർക്ക് ആദ്യമൊക്കെ ഒന്ന് അടുക്കാനും സംസാരിക്കാനൊക്കെ വളരെ പ്രയാസമായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വളരെ അടുപ്പത്തിലായി. എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഇത്തരം ഒരു അടുപ്പങ്ങൾ ഒരുപാട് ആൾക്കാരായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് രേവതി. രേവതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയ ആളാണ്. രേവതി എന്ന് പറഞ്ഞാൽ വളരെയധികം ടാലൻ്റ് ഉള്ള ഒരാളാണ്. അവർക്കിടയിൽ നല്ലൊരു എഴുത്തുകാരിയാണ്, അവരൊരു അഭിനേതാവാണ്. മുഖ്യധാര സിനിമകളിൽ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന നെൽപ്പ് സമരത്തിലൊക്കെ അവർ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ മമ്മൂട്ടിയുടെ പേരൻപ് എന്ന സിനിമയിൽ അഭിനയിച്ച അഞ്ജലി. അപ്പം കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് മമ്മൂട്ടി സാറിന്റെ കൂടെ മമ്മൂക്കാന്റെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റി. മമ്മൂക്കാന്റെ കൂടെ ഞാൻ ഹീറോയിനായി ഒരു ഫിലിം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കന്നഡ, തമിഴ്, തെലുങ്ക് ഫിലിംസിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൂചി നൂല് എന്ന് പറഞ്ഞ മലയാളത്തിൽ വേറൊരു ഫിലിം വരുന്നുണ്ട്. അല്ലാതെ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ടു സേ, ബിക്കോസ് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂക്കാനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റിയില്ല. ഐ എം സോ എനിക്ക് അറിയില്ല, അത്രയും ഹാപ്പിയാണ് ഞാൻ. ഒരുപാട് ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ അടുത്തുനിന്നും ഇവിടുത്തെ സൊസൈറ്റിന്റെ അടുത്തുനിന്നും കിട്ടുന്നുണ്ട്. ഫസ്റ്റ്ലി താങ്ക്സ് ടു ഓൾ,
ബിക്കോസ് ഇങ്ങനത്തെ ഇത്രയും നല്ല ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് അതർ സ്റ്റേറ്റിനേക്കാളും ഇപ്പൊ കേരളത്തിലാണ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ട്രാൻസ്ജെൻഡർ ആണെന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷേ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും പാരൻസ് അന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ KMCH പഠിക്കുമ്പോഴാണ് വീട്ടുകാരുടെ ഞാൻ തുറന്ന് പറയുന്നത് ഈ സർജറി ചെയ്യണമെന്ന്. പക്ഷെ അതൊന്നും പാരൻസ് സമ്മതിച്ചില്ല. അവരാണെങ്കിൽ പിന്നെ ഒരുപാട് സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടു, മാറി മാറി കണ്ട് സംസാരിച്ചു. എനിക്ക് ശരിക്കും ഭ്രാന്താണെന്നാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെ എനിക്ക് MBBS കഴിഞ്ഞും ഒരു ജോലിയൊക്കെ ആയതിനു ശേഷം ഈ ഉപദ്രവം തുറന്നുകൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ അവർ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ 16 ദിവസം എന്നെ അവിടെ ഇട്ടിരുന്നു. അവസാനം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ആൺകുട്ടിയാകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയെങ്കിലും ഒരു ഫെമിനിൻ ക്യാരക്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ കൊണ്ടിടുമെന്ന് പറഞ്ഞു, വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ ഒരുപാട് സ്ട്രെസ്സിലായി. ഇപ്പോൾ ഡിപ്രഷനെല്ലാം കാരണം ഒരുപാട് ആൻറ്റി ഡിപ്രഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. തീരെ പറ്റാതായപ്പോഴേക്കും ഞാൻ ക്യൂറുള്ള ഗ്രൂപ്പിലേക്ക് കോൺടാക്ട് ചെയ്തു. പാരൻസിനെ വിളിച്ച് സംസാരിച്ചു. പാരൻസിനെ ഒരുപാട് ഉപദേശിച്ച് നോക്കി. പക്ഷേ പാരൻസ് ഇതുവരെ സമ്മതിക്കുന്നില്ല. അപ്പോൾ പാരൻസിൻ്റെ കൂടെയല്ല ഞാൻ നിൽക്കുന്നത്, വീട്ടിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ കോളേജിൽ ഹോസ്പിറ്റലിൽ കൂടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഫീമെയിലിൽ നിന്നും മെയിലായ ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ സ്ത്രീ ആയിരുന്നപ്പോൾ പൂർണ്ണമായിട്ട് സ്ത്രീയായിട്ട് തന്നെയാണ് ജീവിച്ചത്, പുരുഷനായപ്പോൾ പൂർണ്ണമായിട്ടും പുരുഷനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വന്നിട്ടില്ല. എനിക്കിഷ്ടമായിരുന്നു ചെറുപ്പം തൊട്ട് ആണാകാനായിട്ട്. അപ്പം അതെനിക്ക് നടക്കാൻ പറ്റാതെ വന്നത് ഈ കാശുണ്ടാക്കി ഞാൻ എൻ്റെ 45-ാമത്തെ വയസ്സിൽ ഞാൻ ചേഞ്ച് ചെയ്ത് ജെൻഡർ. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇങ്ങനെയൊരു വിഷയം കൃത്യമായിട്ടും വന്നിട്ടില്ല. അതായത് ഫീമെയിൽ ടു മെയിൽ എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ വന്നിട്ടേ ഇല്ല. ഇതേപോലെ ഫീമെയിൽ ടു മെയിൽ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ബുദ്ധിമുട്ടുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ സംശയങ്ങൾ തീർക്കാനോ അവരുടെ കാര്യങ്ങൾ പറയാനോ എടുക്കാനും വേണ്ട കാര്യങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കാനും ഒക്കെ അവർക്കൊരു പ്രചോദനം ആകും എന്നൊരു കണക്കൂട്ടലാണ് ഞാൻ ഈ ഇന്റർവ്യൂ കൊടുത്തത്. ഈ അഭിജിത്തിന്റെ ഫോട്ടോ ആൽബം അവതാരിക എഴുതാൻ വേണ്ടി മുന്നിലെത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഏതാണ്ട് പകുതിയിലധികം മലയാളികളാണ് എന്നുള്ള കാര്യം ബോധ്യമാകുന്നത്. കേരളത്തിൽ ജീവിക്കാനാവാത്തത് കൊണ്ട്, കേരളത്തിൽ അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് നാട് കടത്തപ്പെട്ടവരാണ്, നാട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. ഈ ഫോട്ടോ ആൽബം കൂടി വെച്ചിട്ടാണ് ഒരിക്കൽ നേരിട്ട് അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുന്നിൽ തന്നെ പറയുകയുണ്ടായി, ഈ ഫോട്ടോ ആൽബവും ഈ ഫോട്ടോ ആൽബത്തിന് എഴുതിയ നിങ്ങളുടെ അവതാരികയുമാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് എന്നെ നയിച്ചതെന്നും അങ്ങനെയാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ പോളിസി എന്ന ആശയത്തിലേക്ക് ഞാൻ എത്തിയതെന്നും നേരിട്ട് എന്നോട് തന്നെ പറയുകയുണ്ടായി.